ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, ഞാനിങ്ങനെ ഒഴിഞ്ഞ് വന്നിരുന്നപ്പോഴേ എനിക്ക് ഇങ്ങനത്തെ ഒരു ദോശ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ തോന്നിയേക്കിനെ ഞാൻ വേഗം മണ്ടി ചെന്ന് അടുക്കളയിലേക്ക് നോക്കിയപ്പോൾ ദേ കിടക്കണ 2 നാഴി പച്ചരി. അങ്ങനെ വേഗം ആ 2 നാഴി പച്ചരി ഞാൻ പാത്രത്തിലേക്ക് ഇട്ട്, പിന്നെ ഒരു നാഴി നമ്മൾ കോറ രാഗി എന്നൊക്കെ പറയണ ആ ഒരു ഐറ്റംസിനെ അതിലേക്ക് ചേർത്ത് കൊടുത്ത്, പിന്നെ അതുപോലെ അതിൻ്റെ ആ നാഴിക്ക് ഒരു പകുതി നാഴിയോളം നമ്മളെ ഉഴുന്ന് ചേർത്ത് കൊടുത്തു. 2 മണി ഉലുവി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി എന്നങ്ങോട്ട് കഴുകിയെടുക്കുകയാണ്. കാരണം ഇതിൽ ഈ നമ്മളെ അരിയിലൊന്നും അത്ര ഒരു കച്ചറില്ലെങ്കിലും നമ്മൾ ഈ രാഗിയിൽ നല്ലോണം അഴുക്കുണ്ടാകും. അപ്പോൾ നമ്മളൊരു 4-5 തവണ കഴുകിയിട്ട് വേണം ഇതുപോലെ കുതിരാൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ മൂടി വെക്കുകയാണ്. മൂടി വെച്ചതിൻ്റെ ശേഷം നമ്മളിത് ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ ആയി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഗ്രൈൻഡറിലിട്ടിട്ടോ നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ചായതുകൊണ്ട് അരക്കാമെന്ന് വിചാരിച്ചിട്ട് ജാറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് അരച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്, കണ്ടില്ലേ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്നങ്ങോട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത മാവാണ് കേട്ടോ ഇത്, കണ്ടില്ലേ. പൊന്തിയിട്ട് മേൽഭാഗത്ത് ആ രാഗിയുടെ ആ കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, രാഗിപ്പൊടിയുടെ അതേ കളറിൽ നിൽക്കുന്നുണ്ട് അല്ലേ. ഇനി ഇത് നമുക്ക് ലേശം ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ദോശ തന്നെയാണ് കേട്ടോ ഇത്. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഏതാനും ആൾക്കാർ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ കളി കിണ്ടിയിട്ടും അതുപോലെ ദോശ ഉണ്ടാക്കിയിട്ടും എന്താ പറയുക വിരകിയിട്ട് അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊന്നും അത് അങ്ങനെ ആരും ചെയ്യലൊന്നുമില്ല അല്ലേ. കാരണം ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ മക്കൾക്കൊന്നും ഇതൊന്നും എന്താണെന്ന് തന്നെ അറിയില്ല. നല്ല ഹെൽത്തിയാണ് കേട്ടോ മക്കളെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ മാവിനെ നന്നായി ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിൽക്കൊരു ചട്നി ഉണ്ടാക്കണം. എന്നാലാണ് ആ ചൂട്ടോടെ ഉണ്ടാക്കിയ ദോശയുടെ കൂടെ കഴിക്കാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാൻ നിന്നാൽ ദോശ ചൂടാറിപ്പോകും. അപ്പോൾ ദോശ ഉണ്ടാക്കണം മുന്നേ തന്നെ നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ചീൻചട്ടിയിൽ ഞാൻ എന്താക്കി 2 മണി ഉഴുന്ന് പരിപ്പിട്ടിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും, ഒരു 3-4 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 3 വറ്റൽമുളക്, ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങയും ചേർത്തിട്ട് അരച്ചെടുത്ത ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ വെളുത്തുള്ളിയുടെ ആ ഒരു ചുവപ്പാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് ചട്നിയിൽ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിത് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ ചുട്ടിട്ട് നമ്മളിത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിങ്ങനെ ചരിച്ചിട്ട് സൈഡാക്കി കൊടുത്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ദോശ. ഇതണ്ട, അപ്പോൾ അസല് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ 2 ദോശ ഇവിടെ ആദ്യം തന്നെ ചുട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചട്നിയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശ തന്നെയാണ്. വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതേ ചട്നിയൊക്കെ നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക്.